ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ മന്ന ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശത്രുക്കളുടെ മുൻപിൽ യുദ്ധത്തിന് നിൽക്കുമ്പോൾ എന്താണ് ദൈവജനം ചെയ്യേണ്ടത് എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതയാത്രയിൽ അനേകം പ്രാവശ്യം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. വാസ്തവത്തിൽ പ്രതിസന്ധികളുടെ മുൻപിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം ദൈവജനം എന്ത് ചെയ്യണമെന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിശ്ചയമായിട്ടും പ്രിയരെ, ഈ വചനം നമുക്ക് വിടുതലായി തീരണം. 1-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനങ്ങളെയും കാണുമ്പോൾ പേടിക്കരുത്. ആമേൻ. എല്ലാ കാലത്തും ദൈവം തന്റെ ജനത്തോട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളിൽ പ്രധാനപ്പെട്ടതാണ് പേടിക്കരുത്. പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത്. പേടിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അറിയാതെ പോകരുത്. എന്നാൽ ഈ വാക്യം നമ്മോട് പറയുകയാണ്, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ജീവിതയാത്രയിൽ പേടിച്ചു പോകരുത്, ഭയപ്പെട്ടു പോകരുത് എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെറുതെ പേടിക്കരുത് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. എന്തുകൊണ്ട് പേടിക്കരുത് എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അസമാധാനവും അസ്വസ്ഥതയും ആകുലതകളും ഉണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അവയുടെ നടുവിൽ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന പ്രഭാതമായി തീരട്ടെ. ബൈബിൾ അങ്ങനെയാ പറയുന്നത്, ശത്രുവിന്റെ കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. പ്രതികൂലമായ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ്, ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. തുടർന്ന് എഴുതിയിരിക്കുകയാണ്, മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ, യുദ്ധത്തിന്റെ മുൻപിൽ ആമേൻ ഭയപ്പെടരുത് എന്ന് ദൈവം അരുളി ചെയ്യുവാനുള്ള കാരണം ഇതാണ്, ദൈവം നമ്മോടുകൂടെയുണ്ട്. പ്രിയരെ, ജീവിതത്തിൽ കടുകട്ടിയായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉറങ്ങുവാൻ കഴിയാത്ത രാത്രികളും പ്രതിസന്ധികൾ നിറഞ്ഞ പകലും ജീവിതത്തിൽ കടന്നു വന്നാൽ തിരുവചനം എഴുതിയിരിക്കുകയാണ്, മിസ്രയീമിലെ അടിമത്വത്തെ തകർത്ത് ഇന്നുള്ളതുപോലെ ആക്കി തീർത്ത ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന്. ആമേ. ദൈവം നമ്മോടുകൂടെയുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ, ഈ പ്രതികൂലങ്ങളെ സധൈര്യം നേരിടേണ്ടതിന് ദൈവം നമുക്ക് ബലത്തെ നൽകി തരും. ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാ, യഹോവ നിന്നോടുകൂടെയുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവത്തെ അനുഭവിക്കേണ്ടതിന് ആമേൻ നമുക്ക് കഴിയട്ടെ. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച്, ഇസ്രായേലെ കേൾക്ക,
നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ എടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കയുമരുത്. അപ്പോൾ ജനത്തിന്റെ കൂടെയുള്ള പുരോഹിതന്മാർ വന്ന് ജനത്തോട് പറയണം, അവരെ ബലപ്പെടുത്തണം, അവരെ ശക്തീകരിക്കണം. ആമേൻ. എപ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, യുദ്ധമുഖത്ത് നിൽക്കേണ്ടി വരുമ്പോൾ, ആമേൻ, ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതത്തിൽ പരസ്പരം ബലപ്പെടുത്തേണ്ടതിന്, പരസ്പരം ധൈര്യപ്പെടുത്തേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. തകർന്നു പോകുമെന്നും നശിക്കുമെന്നും നമുക്കാരുമില്ല എന്നുമല്ല പറയേണ്ടത്. ഈ പ്രതിസന്ധികളെ ജയിക്കുവാൻ, ഈ പ്രശ്നങ്ങളെ ജയിക്കുവാൻ, ഈ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് ആമേൻ പുരോഹിതൻ ജനത്തോട് പറയണം. അഥവാ നേതൃത്വം കൊടുക്കുന്നവർ ജനത്തോട് പറയണം. എന്താ പറയേണ്ടത്? ഈ പ്രതിസന്ധികളെ ജയിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ അധരങ്ങളിലുള്ള വാക്കുകൾ മാറട്ടെ. തകർന്നു പോകുമെന്നും നശിക്കുമെന്നും ഇല്ലാതാകുമെന്നുമുള്ള പദങ്ങൾ നമ്മുടെ വായിൽ നിന്ന് മാറിപ്പോകുന്ന പ്രഭാതമായി തീരട്ടെ. പകരം ദൈവം നമ്മോടുകൂടെ ഇരുന്ന് വിടുവിക്കുകയും രക്ഷിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ബലപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. അതിനാ ദൈവം നമ്മെ വിളിച്ചത്. ആമേൻ. അവസാനമായി 4-ാം വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോകുന്നു എന്ന് അവരോട് പറയണം. പരസ്പരം പറഞ്ഞ് ബലപ്പെടുത്തണം. എന്താ പറയേണ്ടത്? ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായ ഒരു വിജയം നമുക്ക് നൽകി തരുമെന്ന്. യുദ്ധത്തിന് ആയുധം എടുക്കുന്നതിന് മുൻപ്, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ശത്രു നേരെ കയറി വരുന്നത് കാണുമ്പോൾ ആമേൻ പറയേണ്ടത് ശത്രുവിന്റെ ബലത്തെക്കുറിച്ചല്ല, കൂടെ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, കടന്നു പോകുന്ന ജീവിത അനുഭവത്തെക്കുറിച്ചല്ല പറയേണ്ടത്, വിടുവിക്കുവാൻ കരുത്തുള്ളൊരു മഹാദൈവം കൂടെയുണ്ടെന്ന് രാത്രിയും പകലും ചിന്തിക്കുവാൻ, ഏറ്റുപറയുവാൻ ദൈവം നമ്മുടെ അധരങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞത്, യുദ്ധത്തിന് മുൻപ്, യുദ്ധത്തിന് പുറപ്പെടുവാൻ പോകുമ്പോൾ തന്നെ അധരങ്ങളുടെ വാക്കുകൾ മാറണം. നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും പദങ്ങൾ ഉരുവിടുവാൻ തുടങ്ങിയാൽ ജീവിതം മാറും, സാഹചര്യം മാറും, അവസ്ഥകൾ മാറും, വിജയം നമ്മുടെ കരങ്ങളിൽ ലഭ്യമാകും. കാരണം ദൈവം നമ്മോടുകൂടെയുണ്ട്. വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ ഇന്ന് പകൽ ആമേൻ യുദ്ധത്തിന് കൈകളെയും പോരിന് വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നെഗറ്റീവ് പറയുന്നത് മതിയാക്കി ഈ പ്രഭാതത്തിൽ നമ്മുടെ അധരങ്ങളിൽ അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും പുതിയ സന്ദേശം പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. മറന്നു പോകരുത്, ആമേൻ, അനുഗ്രഹം പറയാൻ, വിടുതൽ പറയാൻ, അത്ഭുതം പറയാൻ, അതിലൂടെ ജയിച്ചു കയറി വരുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ടെന്ന്, നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഈ രാവിലെ മറന്നു പോകരുത്. തിരുവചനത്തിന്റെ നന്മകളെ ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് നമ്മെ ആമേൻ ബലപ്പെടുത്തട്ടെ. യുദ്ധത്തിന് മുൻപിൽ ഒരു വലിയ ജയത്തെ പ്രാപിക്കുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ വാക്കുകൾ മാറണം. ദൈവം നമ്മോടുകൂടെയുണ്ടെന്ന് പറയണം. ദൈവം നമുക്ക് ജയം തരുമെന്ന് പറയണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പകൽ അനുഗ്രഹത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ. അധരങ്ങളുടെ വാക്കുകൾ മാറി അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് സകലരെയും ബലപ്പെടുത്തും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.
ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.